ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റെൽത്ത് ബോംബർ എന്താണെന്നുള്ളതാണ്. എന്താണ് ഈ B2 സ്റ്റെൽത്ത് ബോംബർ? അറിയണ്ടേ നിങ്ങൾക്ക്? ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഗതിമാറുന്ന ഇടപെടലാണ് US നടത്തിയിരിക്കുന്നത്. ഇറാനിലെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടുള്ള US ആക്രമണത്തിന് സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ നേരത്തെ നടത്തിയാണ് US ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നത്. ഫോർദോ പോലെ മലനിരകൾക്കുള്ളിൽ ഭൂഗർഭ കേന്ദ്രമാണ് അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നത്. ഈ ആണവ കേന്ദ്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. US B2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ഇറാനിൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരങ്ങൾ. മിസോറിയിലെ വൈറ്റ്മാൻ വ്യോമതാവളത്തിൽ നിന്ന് 6 B2 സ്റ്റെൽത്ത് ബോംബറുകൾ ഗുവാമിലെ സൈനിക കേന്ദ്രത്തിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ധനം പൂർണ്ണമായി നിറയ്ക്കാതെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന വിമാനങ്ങൾക്കൊപ്പമാണ് ഇവ ഗുവാമിലേക്ക് നീങ്ങിയത്. ഇതോടെ ഏത് നിമിഷവും ഇറാനെതിരെ ആക്രമണത്തിന് US സർവ്വസജ്ജമായി എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ഉടനെ തന്നെ ആക്രമണം നടത്താനുള്ള കാരണമെന്തെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കയുടെ കൈവശമുള്ള B2 വിമാനത്തിന് 15 ടൺ ഭാരമുള്ള 2 ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയും. ഇറാൻ മലനിരകളിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർദോ യുറേനിയം സംഭീകരണ കേന്ദ്രം തകർക്കാൻ US സഹായം ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ രഹസ്യ ആണവ ഗവേഷണ കേന്ദ്രങ്ങളുടെ ശൃംഖലകളിലടക്കം കൃത്യമായ ആക്രമണം നടത്താൻ B2 ബോംബറുകൾക്ക് കഴിയുമെന്നാണ് US അവകാശവാദം. നമുക്ക് ഈ B2 കുറിച്ച് അതായത് B2 ബോംബറിനെ കുറിച്ച് കൂടുതൽ അറിയാം. ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ US സാധിക്കുന്ന സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ് B2. നോർത്രോപ്പ് ഗ്രമൻ എന്ന US ആയുധ നിർമ്മാതാക്കളാണ് ഈ സവിശേഷമായ യുദ്ധവിമാനം വികസിപ്പിച്ചത്. ഹെവി ബോംബർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ യുദ്ധവിമാനത്തിന് 18,000 കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഒറ്റപ്പറക്കലിൽ 18,500 കിലോമീറ്റർ ദൂരം വരെ ഇവക്ക് സഞ്ചരിക്കാൻ സാധിക്കും. 1988 നിർമ്മിക്കപ്പെട്ട B2 ബോംബർ അതിൻ്റെ രൂപഘടന കൊണ്ട് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കൊണ്ടും ലോകമെങ്ങും കേൾവി കേട്ടതാണ്. US വ്യോമസേനയുടെ പക്കൽ ആകെ 19 B2 ബോംബറുകളുണ്ട്. റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ രൂപഘടന. ഒരു ഭീമൻ പക്ഷി പറക്കുന്നത് പോലെയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഇവയെ കാണാനാകുക. ഇതിനൊപ്പം റഡാർ ക്രോസ് സെക്ഷനിൽ ഇവയെ ചെറിയൊരു പക്ഷിയുടെ അത്രയുമേ കാണിക്കൂ. അതിനാൽ അവ വരുന്നതും പോകുന്നതും തിരിച്ചറിയാനാകില്ല. അവയെ കണ്ടെത്തണമെങ്കിൽ അതിശക്തമായ റഡാർ സംവിധാനങ്ങൾ വേണം. നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും B2 ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഇല്ല. ഇന്ധനം നിറയ്ക്കാതെ തന്നെ ഇതിന് 6,000 നോട്ടിക്കൽ മൈലിലധികം ദൂരപരിധിയുണ്ട്. 2 പൈലറ്റ് ക്രൂ കോൺഫിഗറേഷൻ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ജീവനക്കാരുടെ ആവശ്യകതകൾ കുറയ്ക്കുന്നതിനും നൂതന ഓട്ടോമേഷൻ സംവിധാനങ്ങൾ വഴി പ്രവർത്തന ഫലപ്രാപ്തി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. 40,000 പൗണ്ടിൽ കൂടുതൽ പേലോഡ് ശേഷിയുള്ള വിമാനത്തിന് പരമ്പരാഗത ആണവായുധങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണി വഹിക്കാൻ കഴിയും. ഇതിൻ്റെ ആന്തരിക ആയുധ ബേകൾ സ്റ്റെൽത്ത് സ്വഭാവ സവിശേഷതകൾ നിലനിർത്തുന്നതിനോടൊപ്പം വലിയ ആയുധ ലോഡുകളും ഉൾക്കൊള്ളിക്കുന്നതാണ്. B2 വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു ക്രൂ അംഗത്തിന് ക്യാബ് ഹെഡിൽ ഉറങ്ങാനോ ടോയ്ലറ്റ് ഉപയോഗിക്കാനോ ചൂടുള്ള ഭക്ഷണം തയ്യാറാക്കാനോ കഴിയും. അതേസമയം മറ്റേയാൾക്ക് വിമാനം നിരീക്ഷിക്കാൻ കഴിയും. മിക്ക 2 സീറ്റുള്ള വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇത്. കുറഞ്ഞ ശബ്ദ, ഇൻഫ്രാറെഡ്, വിഷ്വൽ, റഡാർ സിഗ്നേച്ചറുകൾ എന്നിവയുടെ സംയോജനത്തിൽ നിന്നാണ് ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ വരുന്നത്. കൂടാതെ B2 എയർ കവറിനായി കുറച്ച് പിന്തുണയ്ക്കുന്ന വിമാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാനും ശത്രുവ്യോമ പ്രതിരോധത്തിൻ്റെയും ഇലക്ട്രോണിക് പ്രതിരോധ നടപടികളുടെയും അടിച്ചമർത്തൽ കുറയ്ക്കാനും അനുവദിക്കുന്നു. ഇത് ബോംബറിനെ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.